അപ്പോൾ നമ്മൾ ഈ സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ പ്രതിസന്ധി ക്രൈസിസ് എന്ന് പറയുന്നത് ശരിയാവുന്നില്ല വസ്തുതയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഈ ഒരു കാര്യം കൂടി അജിംസ്, നമ്മൾ ഈ ഓപ്റ്റിക്സ്, അതായത് നമ്മൾ ട്രംപ് മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഇതിൽ ഇലക്ഷൻ ക്യാമ്പയിന് അബ് കി ബാർ ട്രംപ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ ഓപ്റ്റിക്സും കാര്യക്ഷമമായിട്ടുള്ള നടപടികളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയല്ലോ. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീ നൗഷദ് അലി പറഞ്ഞതാണ്, പാകിസ്ഥാനും അവിടെയുണ്ട്. നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് മോഡിക്ക് വിരിച്ച അതേ ചുവന്ന പരവതാനി തന്നെയായിരിക്കാം പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർക്ക് വിരിച്ചത്. പക്ഷെ അതുകൊണ്ട് ഈ പുതിയ ഒരു സംരംഭം അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. അപ്പം അതേസമയം വേറൊരു കാര്യം കൂടി, നമ്മളിപ്പം ട്രംപിനെ കുറേ അധികം പ്രകീർത്തിച്ചു നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണല്ലോ. അതിൽ കാണേണ്ട ഒരു പോസിറ്റീവ് തിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് RCEP, ചൈന നയിക്കുന്ന റീജിയണൽ ഇക്കണോമിക് കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കുറേ രാജ്യങ്ങളുണ്ട്. വലിയ ഒരു ട്രേഡ് ബ്ലോക്കാണ്. 2019 നമ്മുടെ പ്രധാനമന്ത്രി തായ്ലൻഡിൽ പോയിട്ട് അവസാനം ഒപ്പിടും എന്നുള്ള ഒരു പരിതസ്ഥിതി വന്നതിന് ശേഷം ഒപ്പിടാതെ തിരിച്ചു വന്നു. കാരണം ഇവിടുത്തെ കർഷകരുടെയോ പാവപ്പെട്ടവരുടെയോ താല്പര്യങ്ങൾ നമ്മൾ ത്യജിച്ചുകൊണ്ട് ഒരു ട്രേഡ് ഉടമ്പടിയും ഞാൻ ഒപ്പിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യമല്ലേ? അതേപോലെ ഇന്ന് ട്രംപുമായിട്ടുള്ള നമ്മുടെ പ്രശ്നം എന്തുകൊണ്ടാണ്? ഈ ട്രേഡിൻ്റെ നെഗോസിയേഷൻ നമ്മൾ ഫെബ്രുവരിയിലാണ് ട്രംപ് വരുന്നത് അധികാരത്തിൽ, ഇനോഗ്രേഷൻ ജനുവരി 20. ഏകദേശം മാർച്ച് ഏപ്രിലിൽ തുടങ്ങിയിട്ട് നമ്മുടെ കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും അവരുടെ മോഡി നമസ്തേ ട്രംപ് പോലുള്ള ഒപ്റ്റിക്സിൽ പറയാതെ റിയൽ എൻഗേജ്മെന്റ് നോക്കണമെന്ന് നോക്കൂ. ഈ ട്രംപിന്റെ ഒന്നാം ടൈമിൽ തന്നെ ഈ സൂചനകളുണ്ട്. അദ്ദേഹം ഒരു പ്രൊട്ടക്ഷനിസ്റ്റാണ്. അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യാപാരത്തേക്കാൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു ഒതുങ്ങിക്കൂടൽ സാമ്പത്തിക നയത്തിൻ്റെ ആളാണെന്ന സൂചന അന്നേ ഉണ്ട്. ഈ താരിഫ് ഭീഷണി ഒന്നാം ട്രംപിൻ്റെ കാലത്തേ ഉണ്ട്. അന്നൊന്നും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ഈ താരിഫ് അടിച്ചു തരുമ്പോൾ അമ്പരം നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന സൗഹൃദം, ആ സൗഹൃദത്തിനപ്പുറം ട്രംപിനെയും അമേരിക്കയെയും മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇല്ല അജിംസ്, നല്ല ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ഞാൻ എന്നോടും നമ്മളിപ്പോൾ അമേരിക്കയിലൊക്കെ നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ടല്ലോ, മറ്റുള്ള പാനലിസ്റ്റിനും മറ്റുള്ളവർക്കും ചോദിച്ചു നോക്കാം. അമേരിക്കൻ സാധാരണ ജനതയ്ക്ക് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ കണ്ട എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്, മനസ്സിലായില്ലേ? ഇന്ത്യൻ ഒറിജിൻ, എന്നോടൊപ്പം തിരുവനന്തപുരത്ത് പഠിച്ചു, എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ OCA കാർഡ് മാത്രമേ ഉള്ളൂ. തിരിച്ചു വന്നു. രാവിലെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അതായത് മുട്ടയുടെ വില നേരത്തെ $1.5, എനിക്ക് തോന്നുന്നത് 6 മുട്ടയോ 12, അതെനിക്ക് കണക്കറിയില്ല. പക്ഷേ അതേ പാക്കറ്റിന് വില $12 ആവുകയും ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് $8-9 നിൽക്കുന്നു. ഏതാണ്? $1.5 കിട്ടിക്കൊണ്ടിരുന്ന ആ മുട്ട സാധാരണ വീടുകളിലെല്ലാം വാങ്ങിക്കുന്ന സാധനമല്ലേ. പാലിൻ്റെ വില ഒരു കാർട്ടൺ മിൽക്കിന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേ നിലവാരം $1.5-2 ആയിരുന്നത് $8-9 ആവുകയും പക്ഷെ കുറഞ്ഞിട്ട് $6. അപ്പോൾ ഇൻഫ്ലേഷണറി ഇമ്പാക്റ്റ് ഇപ്പോഴുണ്ട്. സാധാരണ ജനതയടക്കം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ട്, അത് നാച്ചുറലുമാണ്. ലോകത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഈ ട്രംപിൻ്റെ മൂവിനെ കുറിച്ച് ന്യായീകരിക്കാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് എങ്ങനെ അമേരിക്കയ്ക്ക് പോലും ഗുണമുണ്ടാവും എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇത് അമേരിക്കയ്ക്ക് ഗുണമുണ്ടാവും എന്നുള്ള രീതിയിലുള്ള അസംഷൻ തെറ്റാണെന്ന് മാത്രമല്ല അവിടെയും സാധാരണ ജനങ്ങൾക്കിടയിൽ ഇൻക്ലൂഡിങ് ട്രംപിന് വോട്ട് ചെയ്ത ആൾക്കാർ വരെ ഈ ഇൻഫ്ലേഷണറി ഇമ്പാക്ട്, ബിക്കോസ് തീരുവ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാവില്ലേ അജിംസ്? എല്ലാവർക്കും സാധാരണ ലോജിക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മതിയല്ലോ അതിൽ.